കുടുംബക്കാരാവും. നിന്റെ വീടും കുടുംബവോ? അല്ല, അങ്ങനെ പറയുന്നത് തെറ്റില്ലെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല മോളെ. നീ ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയാ? അയ്യോ, അങ്ങനൊന്നും ഇല്ലമ്മേ. അമ്മ ഇരിക്കെ. എന്താ ഇന്ന് ഗസ്റ്റ് ആണല്ലോ വിളമ്പുന്നത്? പാചകം ചെയ്തതും ഗസ്റ്റ് തന്നെയാച്ചാ. അപ്പൊ ഇന്നു മുതൽ നിന്റെ അമ്മയുടെ പാചകത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നടത്താം. തമാശ. കുറച്ചു കഴിഞ്ഞാൽ ട്രാജഡി ആയിക്കോളൂ അളിയാ. മോള് ഇവിടെ ഇരിക്കും മോള്. ഞാൻ അധികം വന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്ന് കരുതി. സാരമില്ല മോളെ, എല്ലാവരുടെയും കൂടെ ഇരുന്നോളൂ. എന്താണെന്ന് വെച്ചാ ഈ വീട്ടിലെ അതിഥികൾക്ക് പ്രഥമ സ്ഥാനമുള്ളത്. മോള് കഴിക്കാതെ ഞങ്ങള് കഴിക്കുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങനെ കരുതി ഫീൽ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തൃപ്തിയോടെ കഴിച്ചാ എന്റെ വയറെന്തായാലും നിറയും. ശരിക്കും നിന്നെ പോലെ സംസാരിക്കുന്ന വേദ. അതെ ഏട്ടാ. ഈ ഓവർ ആക്ടിംഗ് ഒക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അവനി ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും അഭിപ്രായം പറയണം. അമ്മേ, ആദ്യം അമ്മ കഴിച്ചിട്ട് മാർക്കിടണം, എന്നിട്ട് ഞങ്ങൾ കഴിക്കാം. അന്നം പരബ്രഹ്മസ്വരൂപം. കറിയുടെ സ്വഭാവം ഇപ്പൊ അറിയാലോ. പെട്ടെന്ന് കഴിക്കേ. ഇപ്പൊ പറയും ശരിയായ റിസൾട്ട്. എരിവ് കൂടുതലുണ്ടോ അമ്മമ്മേ? ഉപ്പ് കൂടുതലാണോ അമ്മേ? ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെയൊന്നും ഇല്ലല്ലോ. നായ്ക്കള് പോലും തൊടില്ലല്ലോ. വളരെ നന്നായിട്ടുണ്ട്. നല്ല സ്വാദുണ്ട്. ഇത്ര രുചിയോടെ കഴിച്ചിട്ട് ഒരുപാട് നാളുകളായി. പാചകം ആർക്കും ചെയ്യാം. പക്ഷെ കൈപുണ്യമുള്ള കൈകൊണ്ട് പാചകം ചെയ്താൽ അത് വളരെ നന്നായിരിക്കും. മോളെ അവനി, വേദവതി പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ വളരെ നന്നായിട്ടുണ്ട് മോളെ. ഒറ്റ വാക്യം പറയാനാണെങ്കിൽ അടിപൊളിയാന്ന് കൂട്ടിക്കോ. വസന്തേ, നീ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും നിങ്ങൾ ഉണ്ടാക്കിയതാ അതോ പുറത്തുനിന്ന്, ഐ മീൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണോ? This is too much. കഴിക്കേ. എന്താ ഇങ്ങനെ നോക്കുന്നത്? കഴിക്ക്. സാമ്പാറില് പല്ലി വീണ പോലെ, കറിക്കകത്ത് പുഴുവിനെ കണ്ട പോലെ. എന്താ ഇങ്ങനെ കണ്ണും തല നിൽക്കുന്നേ? എടുത്ത് കഴിക്കേ. ഇതിന് ഇത്ര ടേസ്റ്റ് വരാൻ പാടില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് കളറ് കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. ഞങ്ങളുടെ പ്ലാനൊക്കെ എങ്ങനെയാ റിവേഴ്സ് അടിച്ചത്? ഇത്രയും രുചി കൂടാൻ എന്താ ചെയ്തേ? ഞാനിതുവരെ ഇത്രയധികം പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. രുചി എങ്ങനെയുണ്ടെന്ന് അവസാനം ഒന്നുകൂടി ചെക്ക് ചെയ്തിരുന്നു.
കൂടുതലാണല്ലോ, എരിവും കൂടുതലാണല്ലോ. ഇതില് 4 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടോ ഉപ്പ് പാകമായിക്കോളുമായിരിക്കും. ഇതിൽ 4 തക്കാളിയും കൂടി ഇട്ടാ എരിവ് പാകമായിക്കോളും. അങ്ങനെയാ ഞാൻ ചെയ്തത്. ഞാനുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്കാർക്കും ഇഷ്ടാവില്ലെന്ന് പേടിച്ചിരിക്കായിരുന്നു. അമ്മോ, ചില്ലറയല്ലല്ലോ. എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവരും മിടുക്കരാണ്. തെറ്റു പറ്റിക്കഴിഞ്ഞ തെറ്റ് തിരുത്തുന്നവരാ സമർത്ഥര്, ബഹുമിടുക്കര്. നിന്റെ പാചകത്തിന് 100-ല് 100 മാർക്കും തരും ഞാൻ. താങ്ക് യു സോ മച്ച് അമ്മേ. വീട്ടുകാരെ പോലെ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറി പാചകം ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. അതെ അതെ, എല്ലാവരെയും പരിചയപ്പെട്ടു. അതിലെന്ത് സ്വാതന്ത്ര്യം എടുക്കുന്നു? പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെയുണ്ട്. അതുകൊണ്ടാ തനി സ്വഭാവം ഇങ്ങനെ പുറത്തു വരുന്നേ. അതല്ല അച്ഛാ, ആ പെൺകുട്ടിയും മിണ്ടാതെ കഴിക്കാൻ നോക്ക്. ഞാൻ പോയി കുറച്ച് ഉപ്പേരിയും പിന്നെ കുറച്ച് തൈരും എടുത്തു. വൈകല്ലേ മോളെ, വേഗം എടുത്തോണ്ട് വാ. ആ എന്തു പറ്റി മോളെ? എന്തുണ്ടായി? കാർപ്പറ്റ് കാലിൽ കുടുങ്ങി വീണുപോയി. ശ്രദ്ധിക്കണ്ടേ മോളെ? ഞാൻ പോയി തൈര് എടുത്തിട്ട് വരാം. ശരി. പാചകത്തിനെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോ കാല് തറയിൽ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ലാവണ്യ, എവിടെ നിന്നോ കേറി വന്ന ഒരുത്തിക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാ ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. എവിടുന്നോ വന്ന് കയറിയതെന്നോ? നമ്മുടെ മുരളിയുടെ പെങ്ങളാണെന്ന് ശ്രീകർ പറഞ്ഞതല്ലേ? ആവോ, ആർക്കറിയാം. മോളെ, നീ മുരളിയുടെ അനിയത്തി തന്നെയല്ലേ? അതെ സർ. ഇവളെന്താ കളവ് പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇത്രയധികം നിഷ്കളങ്കമായി ഈ മുഖത്ത് നോക്കി കളവ് പറയുകയാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? അതെ, നിഷ്കളങ്കരായിട്ടുള്ളവര് പിന്നീട് ഡേഞ്ചറായ കഥ ഒരുപാട് കേട്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ അതിഥിയെക്കുറിച്ച് ഇനി ആരും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ദയവ് ചെയ്ത് ആരും അവളെ ശത്രുവായിട്ട് കാണരുത്. മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കും. ഇവര് പറയുന്നതൊന്നും മോള് കാര്യമായിട്ടെടുക്കണ്ട. ദേവിയെ പോലുള്ള നിങ്ങളോട് ഞാൻ കള്ളത്തരം കാണിക്കുന്നു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പാചകം ആർക്കും ചെയ്യാം. പക്ഷെ കൈപ്പുണ്യുള്ള കൈകൊണ്ട് പാചകം ചെയ്താൽ അത് വളരെ നന്നായിരിക്കും.
അതിങ്ങി തന്നെ. അത് സാരമില്ല. കുഴപ്പമില്ല, അതിങ്ങി താ. ആരെങ്കിലും കണ്ടാലോ? എല്ലാരും അവരുടെ റൂമുകളിലേക്ക് പോയി. ലേറ്റ് ആയി പോയി, സോറി കേട്ടോ. പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തോ? സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗ് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, ആ കാര്യത്തിൽ വൺസ് അഗൈൻ. നിങ്ങൾ വേണോന്ന് വെച്ച് ചെയ്തതല്ലോ, അതുകൊണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ സോറി പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ എനിക്ക് അയച്ച റോക്കറ്റ് സന്ദേശത്തിൽ തന്നെ ഞാൻ കൂളായിരുന്നു. പെട്ടെന്നെന്താ മുഖം വാടിയേ? പാചകം കുഴപ്പമായോ? നന്നായി തന്നെ വന്നു. നീ ഉണ്ടാക്കിയത് നല്ലതല്ലെന്ന് പറഞ്ഞോ? അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും പ്രശംസിച്ചു. ലാവണ്യയും നിങ്ങളുടെ ചേച്ചിയും പിന്നെ കാവ്യ ഒഴികെ. അവരുടെ കാര്യം നീ അധികം മൈൻഡ് ചെയ്യണ്ട. അവരും അംഗീകരിക്കുന്ന ഒരു ദിവസം എന്തായാലും വരും. അതുകൊണ്ടാണോ മൂഡഫായേ? അതൊന്നുമല്ല. പിന്നെ ഞാനൊരു നല്ല കുട്ടിയാണെന്നും കളവുകൾ ഒരിക്കലും പറയില്ലെന്നും അമ്മ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ അവനി, അത് സത്യം തന്നെയല്ലേ? അതെങ്ങനെ സത്യവും? ഞാൻ സത്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. താൻ സത്യം പറയുന്നതിന് എതിര് നിൽക്കുന്നത് ഞാനല്ലേ? ഈ ഒരു കാര്യത്തില് താൻ കളവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സമ്മർദ്ദിക്കുന്നത് ശരിയല്ല ഏട്ടാ. കള്ളം പറഞ്ഞത് ഞാനല്ലേ? സത്യം മറച്ചു വെക്കുന്നത് ഞാനാ. എങ്ങനെ നോക്കുകയാണെങ്കിലും തെറ്റെന്റെ ഭാഗത്തേ ഉള്ളൂ. നിനക്കതിൽ പങ്കില്ല അവനി, നീ ടെൻഷനൊന്നും ആവണ്ട. അതൊക്കെ പോട്ടെ, നീ ഭക്ഷണം കഴിച്ചോ? എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി അമ്മേനോട് പറഞ്ഞതാ. ഞാൻ എന്റെ ഏട്ടൻ വന്നിട്ട് കഴിക്കാന്ന് കരുതി. അല്ല, താൻ ഇങ്ങനെ തന്നെ പറഞ്ഞോ? അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് എവിടുന്നാ? എന്ത് തന്നെ ആയാലും ഒരു ദിവസം വരും. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടേ, ഭക്ഷണം കഴിക്കാം. വാ ഏട്ടാ. വാ. എല്ലാരും റൂമിൽ കയറി വാതിലടച്ചിരിക്കല്ലേ, ഇപ്പൊ ആരുടെയും ശല്യം നമുക്കുണ്ടാവില്ല. സമാധാനമായിട്ട് കഴിക്കാൻ വാ. ഏട്ടൻ എന്നാ പോയി കൈ കഴുകിയിട്ട് വാ. ഇരുന്നോളൂ. താനിരിക്കൂ, ഞാൻ വിളമ്പി തരാന്നേ. അയ്യോ, അതെന്തിനാ? ഏട്ടൻ ഇങ്ങോട്ട് ഇരിക്ക. അതൊന്നും പറ്റില്ല. തൽക്കാലം എന്റെ ഭാര്യ അവിടെ അയ്യോ, അതല്ല ഏട്ടാ. ഇന്ന് ഞാനാ സെർവ് ചെയ്യുന്നത്. ആദ്യം നിങ്ങളെ കഴിക്കാതെ. അതൊന്നും സാരമില്ല, കഴിക്കേ. ഇനി നിങ്ങൾ വെള്ളം കുടിച്ചേ.
പതിയെ കുടിക്കൂ. ഞാൻ കാണുന്നത് സത്യമാണോ? എന്റെ ഏട്ടനുമായി ഇത്ര അടുത്ത് പെരുമാറുന്നോ? ഇവരുടെ കളി അവസാനിപ്പിക്കണം. ഞാൻ ഒറ്റയ്ക്കാവില്ല. എന്റെ ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് പണി കൊടുക്കണം. ഇപ്പൊ ഓക്കെ ആയോ? താൻ ഇനി ടെൻഷൻ ഒന്നും ആവാതെ കഴിച്ചോളൂ. ഉപ്പും മുളകിനെ കുറിച്ച് സ്കെച്ചിട്ട കാര്യം നിങ്ങൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതുപോലെ പറഞ്ഞേനെ. പാചകത്തെ കുറിച്ച് കുറഞ്ഞത് 100 കുറ്റം പറയായിരുന്നു. അതുകൊണ്ടാ പറയുന്നേ, ആണുങ്ങളുടെ ഉപദേശം പെണ്ണുങ്ങൾ സ്വീകരിക്കണമെന്ന്. നിനക്കെങ്കിലും എന്നോടൊന്ന് കണ്ണിറക്കി കാണിച്ചുകൂടായിരുന്നോ വസന്തേ? എന്താ? അതെ വസന്ത, ഒരു സിഗ്നലെങ്കിലും തരായിരുന്നില്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് അവൾ അമ്മയുടെ ഹൃദയത്തിലാ കയറിയത്. അതെനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അമ്മേ, എന്താടി? എന്റെ ഭാഗമാണ് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നേരിട്ട് കാണാം. വന്നേ. അയ്യോ, ആദ്യം കാര്യം എന്താന്ന് പറ. അവനേടി ശ്രീകരേട്ടനെയും കള്ളത്തരം ഞാൻ പിടിച്ചു. എന്ത്? വിഷയം കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ പിന്നീട് വെറുതെ ആയി പോകും. ആദ്യം കാര്യം എന്താണെന്ന് പറ. രണ്ടാളും ഡൈനിങ് ടേബിളിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഓ സിമ്പിൾ, ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. അതിന് കള്ളത്തരം എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? അവനയുടെ നെറുകയിൽ കയറിയപ്പോ ഏട്ടൻ തലയെ കൊട്ടിക്കൊടുക്കുന്നു. തലയെ കൊട്ടാതെ പിന്നെ മേശയെ കൊട്ടിയാ മതിയോ? അവളെ വെള്ളം വരെ കുടിപ്പിച്ചാ. ഉടനെ ഈ കാര്യത്തെ പറ്റി അപ്പൂപ്പനോടും അമ്മൂമ്മയോടും പറയണം. അവരുടെ റിലേഷൻ എന്താണെന്നറിയാലോ. നടക്ക് നടക്ക് നടക്ക്. നിക്കവിടെ. അങ്ങ് ചെന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ബലമില്ലാത്തൊരു പോയിന്റ് കൂട്ടുപിടിച്ച് നമ്മുടെ ബലം തെളിയിക്കാൻ കഴിയില്ല. ആവണിയെ വിളിച്ച് ഗസ്റ്റ് ഹൗസിൽ നിർത്തിയിട്ടും ഒട്ടും തെറ്റിദ്ധരിക്കാതെ അവളെ അതിഥിയാക്കി നമ്മുടെ തലയിൽ കൊണ്ടിരുത്തിയിട്ട് അവൾ അമ്മയുടെ മുമ്പിൽ നല്ല കുട്ടിയായി. വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാ നമ്മള് ബോധമില്ലാത്തവരാണെന്ന് പറയുമെന്നല്ലാതെ തെറ്റാണെന്ന് മാത്രം പറയില്ല. എന്റെ മകൻ അങ്ങനെ എല്ലാരോടും പെരുമാറുമെന്ന് സമർത്ഥിക്കുമെന്നല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല. സിസ്റ്റർ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞ അവർക്ക് പേടിയില്ലാതാവും ചേച്ചി. കുറച്ചു മുമ്പ് കറികൾ കൊളവാക്കി അവക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ പോയിട്ട് നമ്മൾ കഴുതകളായി. ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ ആവണി എങ്ങനെ പുറത്തേക്ക് അയക്കും? കൃത്യസമയമാവുമ്പോ അവസരം അതർഹിക്കുന്നവരെ തേടി വരിക തന്നെ ചെയ്യും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സൈനികരുടെ അടുത്തേക്ക് ആയുധം വന്നു ചേരുമെന്ന് പറയുന്ന പോലെ. വാട്ട് എ ടോക്കിംഗ് സിസ്റ്റർ. എല്ലാവരും അവരെ തന്നെ ഫോക്കസ് ചെയ്യണം. എന്തായാലും കയ്യിൽപ്പെടും. ഇതേട്ടാ. ഇവിടെ ഒരുമിച്ച് തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നും അതിത്ര പെട്ടെന്ന് സംഭവിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. ഇനി നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ദേ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വരാം. അതൊക്കെ രാവിലെ ആക്കാം. താൻ പോയി കിടക്കാൻ നോക്ക്. അതല്ല ഏട്ടാ, ഇതൊക്കെ താൻ ഇനി വേറൊന്നും പറയാതെ എന്റെ ഒപ്പം വാ. നിങ്ങളിത് എങ്ങോട്ടാ? തന്റെ റൂമിൽ ഡ്രോപ്പ് ചെയ്ത് തരാന്നേ. 10 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിലും ഒരുപാട് ദൂരത്തുള്ള പോലെ തോന്നുക.
വരൂ. റൂം വരെ വന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റൂമിലേക്ക് എത്തിയല്ലോ. നിങ്ങൾ പൊയ്ക്കോ ഏട്ടാ.